ഒരു രാഷ്ട്രീയ നിലപാട് BSDP സ്വീകരിക്കുകയാണോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത്? BJPക്കൊപ്പമുള്ള ഒരു ബാന്ധവത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ? ഒരു അതൃപ്തിയുണ്ടോ? എന്താണ് സാഹചര്യം? 2016 മുതൽ BSDP പൊതുവെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ BJPക്കൊപ്പമാണ്. പക്ഷെ അന്ന് ഞങ്ങൾ ഒപ്പം ആവാൻ കാര്യം BSDP 5 ഡിമാൻഡുകൾ പറഞ്ഞിരുന്നു. ഒന്ന്, വൈകുണ്ഠസ്വാമിക്ക് സ്റ്റാമ്പും നാണയം ഇറക്കുക, കേന്ദ്ര യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും വൈകുണ്ഠസ്വാമിയുടെ പേരിടുക, നവോത്ഥാന അവാർഡ് പ്രഖ്യാപിക്കുക, കന്യാകുമാരിയിൽ നിന്ന് വരുന്ന ഒരു ട്രെയിനിന് വൈകുണ്ഠസ്വാമിയുടെ പേരിടുക. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇത്രയും വർഷമായി ഇന്നേ വരെ അത് നടപ്പായില്ല. 2, വി മുരളീധരൻ മന്ത്രിയായതിനു ശേഷം ആദ്യം സന്ദർശിക്കുന്നത് ഈ വൈകുണ്ഠ ഭവനിൽ വന്ന് പുഷ്പാർച്ചന നടത്തി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച ആദ്യത്തെ മെമ്മോറണ്ടം കേന്ദ്രമന്ത്രി എന്നല്ല അദ്ദേഹമാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹം കൂടെ ഞങ്ങൾ സ്വീകരണം കൊടുക്കും പോലെ വലിയ ഇതായിട്ട് വന്ന് പുഷ്പമൊക്കെ ഇട്ട് ഞങ്ങൾക്ക് സഹായം ചെയ്യും. പക്ഷേ എത്ര വർഷമായി ഇന്ന് വരെ ഈ 5 കാര്യത്തിൽ ഒരു കാര്യം പോലും അവർ ചെയ്തിട്ടില്ല. അങ്ങനെ ഇന്നലെ നമ്മുടെ പ്രതിനിധിസഭയിൽ പ്രതിനിധികൾ ഐക്യകണ്ഠേന പറഞ്ഞു അവർക്ക് ഇത് നമുക്ക് ഗുണമില്ലാത്തതുകൊണ്ട് ഈ സമുദായ സംഘടന ഒരു അകലം പാലിക്കണമെന്ന് പറഞ്ഞാൽ അത് തീരുമാനമെടുത്തു. പിന്നെ ഈ BSDP തന്നെയാണ് ഈ പാർട്ടിക്ക് രൂപം കൊടുത്തത്, കാമരാജ് കോൺഗ്രസ്. അത് ഘടകകക്ഷിയാണ്. അത് ഘടകകക്ഷിയാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറായപ്പോൾ അന്ന് കേരളത്തിലെ നേതൃത്വം മുഴുവൻ എതിരായിരുന്നു. അന്ന് ശ്രീധരൻ പിള്ളയാണ് പ്രസിഡന്റ്. കേരളത്തിലുള്ളവർ പറഞ്ഞു ഇപ്പം ആളെടുക്കുന്നില്ല, ഇപ്പം വേറെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തഴയായിരുന്നു. അന്ന് അമിത്ഷാ നേരിട്ടാണ് കേന്ദ്രത്തിൽ ബന്ധപ്പെട്ട് അവിടെ പത്രസമ്മേളനം നടത്തി ഞങ്ങളെ ഘടകകക്ഷിയാക്കുന്നത്. അന്നേ ഈ NDAയിലേക്ക് ആള് വരണത് ഇവർക്ക് താല്പര്യമില്ല. പിന്നെ ഘടകകക്ഷികളായിട്ട് ഉള്ളവർ ഇപ്പോൾ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഘടകകക്ഷികൾ അഭിപ്രായം പറയും. പക്ഷെ അഭിപ്രായങ്ങൾ പലത് പറയണമെങ്കിലും അതൊന്നും പരിഹരിക്കുന്നില്ലല്ലോ. ഇപ്പൊ സുരേന്ദ്രജി പ്രസിഡന്റായിട്ട് വന്നു. ഞങ്ങൾ ആദ്യത്തെ അഭിപ്രായം മിനിറ്റ്സ് നോക്കിയാൽ അറിയാൻ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കേന്ദ്ര നേതൃത്വവുമായിട്ട് ഞങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം. അപ്പൊ സുരേന്ദ്രജി വിശാലമായിട്ട് പറഞ്ഞു നമുക്ക് എല്ലാവരെയും ഫ്ലൈറ്റിൽ ഡൽഹി കൊണ്ടുപോയി നേരിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ സംവിധാനം ചെയ്യാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊറോണയാണ്, ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് താമസിക്കുന്നത്. അപ്പൊ കൊറോണ കഴിഞ്ഞ് ഒരുപാട് ഫ്ലൈറ്റ് പൊങ്ങിപ്പോയി. സുരേന്ദ്രനും ഉണ്ട്, പക്ഷെ ഒന്നും ഇതുവരെ നടന്നില്ല. ഒരു കാര്യം അവർ നടത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഘടകകക്ഷികളായിട്ടുള്ള NDA മീറ്റിംഗിൽ എന്തിനാണ് ഗുണമെന്ന് ചോദിച്ചാൽ ഓരോ ചായ കുടിക്കുക, അത് തന്നെയാണ് നമുക്ക് ഇതുവരെ കിട്ടിയ ഗുണം. അത് NDAക്ക് അകത്ത് പറഞ്ഞു, NDAയിലെ വിവിധ മീറ്റിങ്ങുകളിൽ പറഞ്ഞു. പക്ഷെ അത് പരിഹരിക്കാതെ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ പുറത്തു പറയേണ്ടത് വന്നത്. പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമിയുടെ കാര്യം കഴിഞ്ഞ മാർച്ച് 12 ഒരു ഓൺലൈനായിട്ടൊരു ഉദ്ഘാടനം പ്രധാനമന്ത്രിയെ കൊണ്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഉഭയകക്ഷി ചർച്ച നടക്കുമ്പോൾ നമ്മുടെ സുരേന്ദ്രജി, സുഭാഷ്, കൃഷ്ണദാസ് 3 പേരും അടങ്ങുന്ന മീറ്റിംഗിൽ ഞങ്ങൾ പോയി ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു RSS നേതൃത്വത്തിന് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യണമെന്നൊരു ലെറ്റർ. അപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞ മറുപടി പിന്നെ RSS ആയിട്ട് ഞാൻ എന്തിനു ചെയ്യണം, നിങ്ങൾ എന്തിനാ RSSന്റെ അടുത്ത് പോയി എന്നൊക്കെ പറഞ്ഞു ഷൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെ എല്ലാ മേഖലയിലും നവോത്ഥാന നായകനായ വൈകുണ്ഠസ്വാമിയുടെ കാര്യം മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. അത് പരിഗണിക്കാൻ എന്തുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല? ഒരു ശക്തമായ ഒരു സമൂഹം അവരെ കൂട്ടത്ത് നിൽക്കുന്നതിന് അവരെ ആട്ടിപ്പുറത്താക്കാനുള്ള ഒരു ശ്രമമാണ് എല്ലാ ഭാഗത്തും നടക്കുന്നത്. മീറ്റിംഗ് ഒരു അകലം പാലിക്കാൻ BSDP തീരുമാനിച്ചു. പാർട്ടിയുടെ മീറ്റിംഗ് 19-ാം തീയതിയാണ്. പാർട്ടി പ്രത്യേക രീതിയിൽ എല്ലാവരും ഉൾക്കൊണ്ട പാർട്ടിയാണ്. അത് അപ്പോഴ് അവര് ആലോചിക്കട്ടെ. ഈ ഘടകകക്ഷി എന്ന നിലയിൽ അതിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ അവിടെ പോയ മീറ്റിങ്ങിന് എല്ലാം അവർ തയ്യാറാക്കി കൊണ്ടുവരും, അവരത് വായിക്കും. ഘടകകക്ഷിയൊക്കെ ഓരോ ചായ കൊടുക്കും, കുടിച്ചോണ്ട് കഴിച്ച് പോകാമെന്നല്ല വേറെ ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല.